അധ്യാപന മികവ് കൊണ്ടും ആർജവം കൊണ്ടും കുട്ടികളുടെ മനസ്സു കീഴടക്കിയ ഗോപിക മാം ചെറിയ പ്രായത്തിലെ വലിയ പ്രവൃത്തി പരിചയം കൊണ്ടും മികവുറ്റ അധ്യാപന ശൈലി കൊണ്ടും ഗോപിക മാം നേടിയ കയ്യടികൾ അനേകമാണ്. ഓരോ കുട്ടിയുടെയും ആവശ്യകതയെ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന മാനസിക വൈകാരിക സപ്പോർട്ട് നൽകുന്ന യഥാർത്ഥ മെന്റർഷിപ്പ് അപ്രോച്ച്. ഇലാൻസ് ഡയറക്ടർ ജിഷ്ണു PVയുടെ ലൈഫ് പാർട്ട്ണർ എന്നതിലുപരി സ്വന്തം കഴിവിലൂടെ പ്രവർത്തന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഇലാൻസിനെ മുന്നോട്ട് നയിക്കുന്ന ഇലാൻസിന്റെ സ്വന്തം പെൺപുലി ഗോപിക മംഗലശ്ശേരി. വെൽക്കം ടു ദ ഷോ മാം. താങ്ക് യു. ഇലാൻസിന്റെ വളർച്ചയിൽ ഒരു ഘട്ടത്തിലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു പേരാണ് ഗോപിക മാമിന്റേത്. ഇലാൻസിന്റെ വളർച്ച നോക്കുകയാണെങ്കിൽ ആദ്യകാലം മുതൽ ഇപ്പൊ ഈ എത്തി നിൽക്കുന്നത് വരെ ഉള്ള എല്ലാ വളർച്ചയും നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് മാം. അപ്പൊ മാം കണ്ടിട്ടുള്ള ഇലാൻസ് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഷുവർ. ഇപ്പൊ മാളവിക പറഞ്ഞ പോലെ എലാൻസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഇവിടുത്തെ ഫാക്കൽറ്റി ആയിരുന്നു. അപ്പൊ എലാൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡസ്ട്രിയിൽ വളരെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ACCA കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ആൻഡ് എലാൻസിന്റെ ഫൗണ്ടേഴ്സ് എല്ലാം തന്നെ ACCA പ്രൊഫഷണൽസ് ആണ്. പ്ലസ് അവർക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണ് നമ്മളിപ്പം എലാൻസിന്റെ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ളവര്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് നമുക്ക് പഠിക്കുമ്പോൾ തോന്നുമല്ലോ, ഈ ഒരു കോഴ്സ് ഇങ്ങനെ ഡെലിവർ ചെയ്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ +2 പഠിച്ച രീതിയിലോ അല്ലെങ്കിൽ ഡിഗ്രി പഠിച്ചൊരു രീതിയിലല്ല, ആ ഒരു അപ്രോച്ച് അല്ല ശരിക്കും ACCAക്ക് വേണ്ടത്. ACCA ഹൈലി ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ളൊരു ഒരു കോഴ്സാണ്. അപ്പൊ അതിന്റെ അപ്രോച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ആ ഇഷ്യൂസ് ഒക്കെ റിസോൾവ് ചെയ്തുകൊണ്ടാണ് എലാൻസിന്റെ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്, ഞാൻ പറഞ്ഞ പോലെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങി ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അതൊക്കെ റിസോൾവ് ചെയ്തുകൊണ്ടാണ് എലാൻസിന്റെ ഒരു ടീച്ചിങ് മെത്തേഡ്, അല്ലെങ്കിൽ എലാൻസിന്റെ ഒബ്ജക്റ്റീവേ അതായിരുന്നു. നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ആസ്പിരൻസിന് അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ് നമ്മൾ എലാൻസിന്റെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എലാൻസിനെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ചിട്ട് വ്യത്യസ്തമാക്കുന്നതും അത് തന്നെയാണ്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരു ഫാക്കൽറ്റിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമായിരുന്നു. അപ്പൊ നമുക്ക് ഡൗട്ട്സ് ചോദിക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് ഭയങ്കര അപ്പൊ എനിക്ക് മാത്രമായിട്ടൊരു ഒരു സ്റ്റഡി മെത്തേഡോ അല്ലെങ്കിൽ ഒരു ഷെഡ്യൂളോ പ്രിപ്പയർ ചെയ്ത് തരാൻ ആ ഫാക്കൽറ്റിക്ക് മേ ബി പറ്റിയെന്ന് വരില്ല. പക്ഷെ എലാൻസിൽ അങ്ങനെയല്ല. ടീച്ചർ സ്റ്റുഡന്റ് ആ ഒരു റിലേഷൻഷിപ്പ് തന്നെ ഇവിടെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ആൻഡ് ടീച്ചേഴ്സിന് പുറമെ നമുക്ക് മെന്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പൊ ഇൻഡിവിജ്വലി എൻ്റെ അടുത്ത് ഇരുന്ന ഒരാൾ എനിക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരണം എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ പോസിബിൾ ഹിയർ. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ്, നമ്മളിപ്പം ഒരു 5 hours സ്കൂളിൽ പഠിക്കുന്ന പോലെ നമുക്ക് 1 hour ക്ലാസ്സസ് അല്ല, 5 hour കണ്ടിന്യൂസ്ലി നമ്മൾ ഒരു സബ്ജക്റ്റ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ചില ഭാഗങ്ങൾ നമുക്ക് മറന്നു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 5 hours ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിം കണ്ടന്റിന്റെ ഓൺലൈൻ ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം കൊണ്ടും എന്താ പറയാ, നമുക്ക് ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വെച്ച് നോക്കുമ്പോൾ എലാൻസിന്റെ എടുത്തു പറയാവുന്ന കുറച്ച് ക്വാളിറ്റീസ് ആണ് ഈ ഒരു ഫാക്കൽറ്റി സ്റ്റുഡന്റ് റിലേഷൻഷിപ്പും മെന്റർ സപ്പോർട്ടും ഓൺലൈൻ ക്ലാസ്സസും എല്ലാം തന്നെ. പിന്നെ ഇവിടുത്തെ ഒരു എൻവയറമെന്റും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇരുന്ന് പഠിക്കാം. ടീച്ചേഴ്സ്, ഫുൾ ടൈം ടീച്ചേഴ്സ് ഇവിടെ ഉണ്ടാവും, മെന്റേഴ്സ് ഇവിടെ ഉണ്ടാവും. ആ ഒരു എൻവയറമെന്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത ഇഷ്യൂസ് എന്തൊക്കെയാണോ അതാണ് നമ്മളിവിടെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്ലാൻ വന്നതിന്റെ മെയിൻ റീസൺ നിങ്ങൾ എല്ലാവരും ACCA പ്രൊഫഷണൽസ് ആണെന്നുള്ളത്. കാരണം കുട്ടികളുടെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കി ഇത് തന്നെയായിരിക്കും അല്ലെ ഇലാൻസിനെ ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. അതെ, എക്സാക്ട്ലി. കാരണം നമുക്കറിയാം, അതായത് ഇതിന്റെ ഓണേഴ്സ് വേറെ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ വേറെ, അങ്ങനെയല്ല. ഇത് നമ്മൾ ആരൊക്കെയാണോ ഫൗണ്ടേഴ്സ് അവർ തന്നെയാണ് ഫാക്കൽറ്റീസ്. ആൻഡ് അവരെല്ലാം ACCA പ്രൊഫഷണൽസും ആണ്. അപ്പൊ നമുക്കറിയാം ഇത് എങ്ങനെ ഡെലിവർ ചെയ്താൽ ഇഫക്റ്റീവ് ആകും. നമ്മൾ ആ പാത്തിൽ കൂടെ സഞ്ചരിച്ച ആൾക്കാരാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടെ എങ്ങനെ ഡെലിവർ ചെയ്താലാണ് കുറച്ചും കൂടി ഇഫക്റ്റീവ് ആവുക എന്നുള്ളത്. അതിന്റെ റിസൾട്ട് ഇലാൻസിന്റെ നമ്മുടെ കൺമുന്നിലാണ്. ഞാൻ പിന്നെ കേട്ടിട്ടുള്ളതാണ്, ഒരു കുട്ടിയുടെ നല്ല പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു നല്ല അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാണെന്നുള്ളത്. അതേപോലെ തന്നെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലൈഫ് ലെസൺസ് കിട്ടുന്നതും നമ്മുടെ സ്റ്റുഡൻസിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഇലാൻസിലെ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇലാൻസിലെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 5 hour ക്ലാസ് ആണ്. അതായത് നമുക്ക്
നമ്മളെ കൊളീഗ്സിനോട് സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ സമയം ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പൊ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റുഡൻസ് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഇപ്പം ക്ലാസ് കഴിഞ്ഞ് പോയാൽ പോലും അവരായിട്ടുള്ള കണക്ഷൻ എനിക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അവരുടെ ത്രൂ ഔട്ട് ദി ലൈഫ് അവരുടെ എല്ലാ സ്ട്രഗിൾസും അവരുടെ എല്ലാ സക്സസും അവർ കണ്ടിന്യൂസ്ലി എന്നോട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അതാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ളത്. അതാ ഒരാളുടെ ലൈഫിൽ ഒരു പാർട്ടാവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ സക്സസ്സിൽ ഒരു പാർട്ടാവാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവരുടെ സക്സസ് വരുമ്പോൾ അവരെന്നെ ഓർക്കുന്നുണ്ടെന്ന് പറയുന്നതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് തോന്നും എനിക്കൊരു അഭിമാന നിമിഷം റിക്കളക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആസ് എ ഫാക്കൽറ്റി നമ്മളെ സ്റ്റുഡൻസ് പാസ്സാവുന്നത് തന്നെയാണ് നമ്മളെ അഭിമാനം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കെപ്പോഴും റാങ്ക്സ് കിട്ടുന്നത് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ്. അതും ഗ്ലോബൽ റാങ്കിൽ ഫസ്റ്റ് വരുന്നത് അതിനേക്കാൾ സ്വീറ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അപ്പം ഞാൻ പഠിപ്പിച്ച ഒരു AA ഒരു സ്റ്റുഡന്റിന് ഇതേപോലെ ഗ്ലോബൽ റാങ്ക് 1 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഭയങ്കര അഭിമാനകരമായ നിമിഷം എന്ന് പറയുന്നത്. പിന്നെ പാസ് പെർസെൻറ്റേജ് ആണെങ്കിലും ഗ്ലോബൽ പാസ് പെർസെൻറ്റേജിനേക്കാൾ കൂടുതൽ നമുക്ക് പല സബ്ജക്ട്സിലും പാസ് പെർസെൻറ്റേജ് വാങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് SBR എടുത്തൊരു സമയം ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് സ്റ്റുഡൻസ് ഭയങ്കര കുറവായിരുന്നു. ബിലോ 10 എലാൻസസ് തുടങ്ങിയ ഒരു സമയത്തായിരുന്നു. ബിലോ 10 ഉണ്ടായിരുന്നുള്ളൂ സ്ട്രെങ്ത്. പക്ഷെ പഠിച്ച എല്ലാ കുട്ടികളും എനിക്ക് പാസ്സാക്കാൻ പറ്റി. 100% റിസൾട്ട് ആയിരുന്നു. അത് എൻ്റെ മാത്രം കഴിവല്ല, നമ്മളൊരു എന്താ പറയുക ടീം എഫേർട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. സോ 100% പാസ് പെർസെൻറ്റേജ് ആയിരുന്നു SBRന്. അപ്പൊ ഈ 2 മൊമെന്റ്സും എനിക്ക് എപ്പോഴും ഭയങ്കര ഫേവറേറ്റ് മൊമെന്റ്സ് ആണ്. ഇനാൻസിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ മാം ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലായിരുന്നു, ഓഡിറ്റിംഗ് ടീം ലീഡ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പം ഇലാൻസിലെ ടീച്ചർ ആയിട്ടുണ്ട്. ഫീൽഡ് കൊമേഴ്സ് ആണെങ്കിലും ജോബ് റോൾസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഒന്ന് ഓഡിറ്റിംഗ് ടീം ലീഡ്, മറ്റേത് ടീച്ചിങ് ഫാക്കൽറ്റി. അപ്പോൾ പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ വിച്ച് വൺ ഡു യു റിയലി എൻജോയ് ചെയ്യുന്നത് ഒബ്വിയസ്ലി ടീച്ചിങ് തന്നെയാണ്. ടീച്ചിങ് എനിക്ക് എൻ്റെ പാഷനാണ് ടീച്ചിങ്. ഞാനത് വളരെ എന്താ പറയുക ഒരു ഡിഗ്രി തൊട്ടേ ഞാൻ ഇങ്ങനെ ടീച്ചിങ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയിട്ട് പഠിപ്പിക്കുമായിരുന്നു. ഈവൻ ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്ത സമയത്തും ഞാൻ കറസ്പോണ്ടിംഗ്ലി എലാൻസിൽ മീൻസ് ടീച്ചിങ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരു 3 years അങ്ങനെ പോയി. 3 years കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ കരിയർ ടീച്ചിങ്ങിലോട്ട് മാത്രം മാറ്റിയത്. എനിക്ക് തോന്നിയത് നമ്മൾ ക്ലാസ്സസ് ഡെലിവർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. പ്രൊഫഷണൽ കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിനെ ജോബ് റെഡി ആക്കുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ കോഴ്സിൽ ഒരു എയിം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസിനെ നമ്മൾ ജോബ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സ്പേർട്ട് ഒരു മസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ എനിക്ക് റിയൽ വേൾഡിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന്റെ ഒരു നോളജ് എനിക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയാ വൃത്തിക്ക് എൻ്റെ കൺസെപ്റ്റ്സ് പിള്ളേരിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതിന് എനിക്ക് എൻ്റെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. എനിക്ക് എലാൻസിലെ എല്ലാ ഫാക്കൽറ്റീസും വിത്ത് ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ രണ്ടിലും ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീം ലീഡ് ആയിട്ട് യെസ് അതൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു ടീം ലീഡ് എന്ന് പറയുന്നത്. ഒരു ടീമിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളാണ്. അതും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ പാഷൻ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ടീച്ചിങ് ആണ്. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ടീച്ചിങ് ആണ്. ഇലാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഇലാൻസ്. ഇപ്പൊ AI വെൻഡർ സപ്പോർട്ട് വരുന്നുണ്ട്. അതേപോലെ കുട്ടികളുടെ ആവശ്യം അനുസരിച്ച് ഓൺലൈൻ, ഓഫ്ലൈൻ, ഹൈബ്രിഡ് തുടങ്ങിയ സെഷൻസ് ഉണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് ഒരു കുട്ടികളുടെ ആ ഒരു ഔട്ട്കം അവരെ എത്രത്തോളം ഇവരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എക്സാംസിന് പഠിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ ACCA എന്ന് പറയുന്നത് ഒരു കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ഒരു കോഴ്സാണ് ACCA എന്ന് പറയുന്നത്. അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫുൾ ടൈം ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. നമുക്ക് ഫുൾ ടൈം നമ്മളെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡൗട്ട്സ് ടൈംലി ക്ലിയർ ചെയ്ത് കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം AI മെന്റർ സപ്പോർട്ട് ആണെങ്കിലും നമ്മളെ ഓൺലൈൻ ക്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ്സസിന് ശേഷം ഓൺലൈൻ ക്ലാസ്സിൽ കൺസെപ്റ്റ്സ് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്വസ്റ്റ്യൻ പ്രാക്ടീസിന്റെ ലൈവ് റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ ആ ഒരു എന്താ പറയാ അവരുടെ പേപ്പറിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഈസിലി അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും ഈ മെത്തേഡ്സും കാര്യങ്ങളും എല്ലാം തന്നെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്കറിയാം എന്താണ് ലാഗ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഓരോരോ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റുഡന്റും ടീച്ചറും തമ്മിലുള്ള ഒരു ഏജ് ഡിഫറൻസ് ഭയങ്കര കുറവാണ്. അപ്പൊ നമുക്കറിയാം അവരെന്താ തിങ്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം, അവർക്ക് എന്താ ആവശ്യമുള്ളത് എന്നുള്ളത്. ഇപ്പൊ ഈവൻ ക്ലാസ് എടുക്കുമ്പോഴും
അവരുടെ മുഖം മാറി നമുക്ക് മനസ്സിലാവും അവരെന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ പറയുന്നത് വൈബ് സെയിം വൈബ് നമുക്ക് സെയിം ആ. അപ്പൊ നമ്മൾ ആ ഒരു സീറ്റിൽ ഇരുന്നതാണ്. പ്ലസ് ആ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാത്തത് കാരണം അവരെ നീഡ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറ്റും. അപ്പൊ അവരെന്താണ് എവിടെയാണ് അവർ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനിയിപ്പോ എക്സാമിന്റെ സമയമാണ്, അതേപോലെ തന്നെ ഇലാൻസിലേക്ക് ഒരുപാട് ന്യൂ കമേഴ്സ് വരാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ രണ്ടു കൂട്ടരോടും ഒരുമിച്ച് മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, അവിടേക്ക് പറയാനുള്ളത് ഇപ്പം ACCA ആകാം എന്നുള്ളൊരു ഡിസിഷൻ അവരെടുത്തു കഴിഞ്ഞു. അവരുടെ പേരിന്റെ കൂടെ ഒരു പ്രൊഫഷൻ ACCA എന്നുള്ളൊരു ഫോൾ ലെറ്റർ അത് അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞു. ഇനി അവർ ഒരു കാര്യം അവർ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ഹൈ ലെവൽ ഗോളാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ACCA ആവാൻ പറ്റണം എന്ന് ഇല്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ദി ഗെയിം. ചിലപ്പം ഒരു പേപ്പർ നമ്മൾ ഒരു സെക്കൻഡ് ടൈം എഴുതേണ്ടി വരാം. ഇതെല്ലാം പാർട്ട് ഓഫ് ദി ഗെയിം ആണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ആ എടുത്ത ഡിസിഷനിൽ ബാക്കിലോട്ട് പോവാതിരിക്കുക. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമ്മോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് വളരെയധികം നന്ദി. ആൻഡ് എന്നും കുട്ടികളുടെ പ്രിയപ്പെട്ട ഗോപിക ടീച്ചറായി വിവരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.